വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. 23ാമത് പ്രവാസി ഭാരതീയ ദിനത്തിലേക്ക് സ്വാഗതം. നാടിന്റെയും നാട്ടാരുടെയും ഒറ്റവരുടെയും ദുഃഖച്ചൂടിൽ ആശ്വാസത്തിന്റെ തണൽമരമായ പ്രവാസി സമൂഹത്തിന്റെ അത്യുന്നത ആദരവിന്റെ അഭിമാന മുഹൂർത്തത്തിലേക്ക് നമ്മുടെ കൂട്ടായ്മയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 7 പതിറ്റാണ്ടിലേറെ കാലം പഴമയുള്ള അറേബ്യൻ മണ്ണിലെ തൊഴിൽ തേടൽ, പശ്ചിമേഷ്യൻ രാജ്യത്തിലേക്കുള്ള കയറ്റം, പേർഷ്യ, ഇന്നാരും ഓർക്കാത്ത ആ പേര്, കാലത്തിന്റെ ഗതിമാനം, പ്രവാസി എന്ന പേര് ഉജ്ജ്വലമാണ്. ചലനാത്മകമായ ദിനങ്ങളിലൂടെ ഉത്തരവാദിത്വങ്ങളുടെയും ബാധ്യതകളുടെയും നടുവിലൂടെയുള്ള സഞ്ചാരത്തിന്റെ ഓർമ്മകൾ നമുക്കിവിടെ പങ്കുവയ്ക്കാം. എല്ലാ സജ്ജനങ്ങൾക്കും പ്രവാസി മിത്രങ്ങൾക്കും സ്വാഗതം, നമസ്കാരം. I heartily welcome you all. In the year 2002, Sri A.B. Vajpayee, former Prime Minister, declared 9th January as the Pravasi Bharatiya Diwas in recognition of the services done by the world Pravasi Indians. As in previous years, we proudly announce that we have decided to organize the 23rd Pravasi Bharatiya Day celebrations in Kerala on 9th and 10th January 2025 in Trivandrum. This year also, we will honor NRIs by distributing awards, Gulf Returnees Rehabilitation Seminar for self-employment, extend financial assistance for poor people. During the 2-day celebrations, Governor, Union Cabinet Ministers, Ministers of Kerala, Tamil Nadu, Karnataka, MPs, MLAs, social leaders and NRIs from different parts of the world will participate. The celebrations in Kerala are organized under the auspices of Pravasi Bharati News Bulletin, the first non-resident magazine published from Trivandrum and NRI Coordination Council, Kerala since the last 20 years. Srimati Neha, please come in. ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട മകൾ ഐശ്വര്യ നായർ. സ്വാഗതഗാനത്തിനായി അസോസിയേറ്റ് NCC ഓഫീസർ ശ്രീമതി അസീന ദിലീപിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
ഗാനം. India. Now let me move to on my responsibility today. Formally, I have to welcome you all to this significant event. First and foremost, I extend a warm welcome to our distinguished chief guest, Sri Namashivayam, Honorable Home Minister of Puducherry. It's a privilege to have him with us today. Welcome, sir. അടുത്തായി നമ്മുടെ ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന മിനിസ്റ്റർ ശ്രീമതി ജി ചിഞ്ചു റാണിയെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ പീതാംബരക്കുറുപ്പ് MBA ex-MBA ഞാൻ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തായി ശ്രീ PJ കുര്യൻ അവരുടെ ex-MB ex-ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി US നിന്ന് എത്തിച്ചേർന്ന ഗീത ജോർജ് റീജിയണൽ വൈസ് പ്രസിഡന്റിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ വിട്ടുപോയി ശ്രീ MM ഹസനെ നോർക്ക മിനിസ്റ്ററെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കലാപ്രേമി ബഷീറിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാളയം ഇമാം ശ്രീ VP ഷിഹാബ് മൗലവിയെ ഞാൻ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ മാർത്താണ്ഡൻ, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ, അനന്തപുരി ഹോസ്പിറ്റൽ, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ഷൈനി മീരയെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇന്നിവിടെ എത്തിച്ചേർന്ന് നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഒരു നല്ല കലാകാരനുണ്ട്, മറന്നുപോയി സാർ, ഗോപകുമാർ, അദ്ദേഹത്തെയും നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ അവാർഡ് നൈറ്റിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. I welcome Shri O. Rajagopal sir, former Union Minister of India, for the Pravasi Bharatiya Dina message. Now I welcome Chairman NRI Council of India, Pravasi Bandhu Dr. S. Ahmed sir, for the presidential address. ആരാധനം ഏറെ പ്രിയങ്കരനുമായ ബഹുമാനപ്പെട്ട പുതുച്ചേരി ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ എ നമശിവായം സാർ അവർ, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മാർഗദർശി, ഏകദേശം കാൽനൂറ്റാണ്ടിലേറെ കാലത്തെ സൗഹൃദബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞ മുൻ കേന്ദ്രമന്ത്രി, മുൻ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ, സർവോപരി ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ ബഹുമാനിക്കുന്ന പ്രൊഫസർ PJ കുര്യൻ സാർ, എൻ്റെ 6ാമത്തെ വയസ്സ് മുതൽ പൊതുരംഗത്തിൻ്റെ ആദ്യ പാഠം പഠിപ്പിച്ചു തന്ന എൻ്റെ പ്രിയങ്കരനായ മുൻ പ്രവാസികാര്യ ഉപമന്ത്രി ശ്രീ MM ഹസൻ, ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന കേരള ഗവൺമെൻറ്റിൽ വളരെയധികം നേട്ടങ്ങൾ തൻ്റെ വകുപ്പിൽ വരുത്തുവാൻ വളരെയധികം പരിശ്രമിച്ച, പ്രത്യേകിച്ച് ക്ഷീര വികസന കാര്യത്തിൽ, അതിനാണ് ഞങ്ങൾ മാഡത്തിന് അവാർഡിനായി പരിഗണിച്ചിരിക്കുന്നത്. ക്ഷീര വികസന കാര്യത്തിൽ പാല് കുടിക്കുക മാത്രമല്ല, പാല് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുന്നതിലൂടെ ആയിരക്കണക്കിന് സ്ത്രീ പുരുഷ ഭേദമന്യുള്ളവർക്ക് തൊഴിൽ നൽകുന്ന ഒട്ടേറെ കർമ്മ പദ്ധതികൾക്ക് ബഹുമാനപ്പെട്ട മേഡം ചിഞ്ചുറാണി ആസൂത്രണം ചെയ്യുക നടപ്പിലെത്തിച്ചു. ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രിയങ്കരിയായ മന്ത്രി ശ്രീമതി J. ചിഞ്ചുറാണി മേഡം, എൻ്റെ പ്രിയ സഹോദരനും ഞങ്ങളുടെ കുടുംബവുമായിട്ട് വളരെയധികം ബന്ധമുള്ള ശ്രീ N. പീതാംബരക്കുറുപ്പ് മുൻ MP, അമേരിക്കൻ മലയാളികളുമായി ഒരു പാലം ഇട്ട് അടുത്തൊരു പാലത്തിലേക്ക് നടന്നു പോകുവാൻ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ അമേരിക്കയിലെ പത്രപ്രവർത്തകൻ കൂടിയായ ശ്രീ പോൾ കറുകപ്പള്ളി, മരണശയ്യയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയ, ദൈവത്തിന് തുല്യമായി ഞാൻ കാണുന്ന എൻ്റെ പ്രിയങ്കരനായ ഡോക്ടർ പത്മശ്രീ എ. മാർത്താണ്ഡപിള്ള സാർ, പ്രിയങ്കരനായ എൻ്റെ മറ്റൊരു സുഹൃത്ത്, നല്ല സുഹൃത്തും, മലയാള ചലച്ചിത്രവേദിയിൽ അസാധാരണമായ അഭിനയ ശൈലി കൊണ്ട് നമ്മുടെ എല്ലാ ഹൃദയങ്ങളിൽ ഇന്നും
പ്രതിഷ്ഠ നേടിയ അതുല്യനായ കലാകാരൻ ബഹുമാനനായ MR ഗോപകുമാർ സാർ, എൻ്റെ പ്രിയങ്കരനായ സഹോദരനും പാളയം മുസ്ലിം ജമാഅത്തിൽ ചീഫ് ഇമാമായി പ്രവർത്തിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ VP സുഹൈബ് മൗലവി, എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ശ്രീ കലാപ്രേമി ബഷീർ ബാബു, USA-യിൽ നിന്നും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബഹുമാനായ നോവ ജോർജ്, ശ്രീമതി ഗീത ജോർജ്, ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ എല്ലാ വർഷവും ഒരാളിന് അവാർഡ് കൊടുക്കുന്ന ഇത്തവണ പരിഗണിക്കപ്പെട്ടത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി നേഹ, അതുപോലെ തന്നെ പ്രവാസ ലോകത്തെ നാട്ടിലെ കലാജീവിതവും സാംസ്കാരിക പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഷൈനി ബീര, ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ എൻ്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ ശ്രീ ശശി ആർ നായർ, ഇന്ന് അവാർഡിന് വേണ്ടി ഇവിടെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയങ്കരനായ സഹോദരന്മാരെ, എളിയ ക്ഷണം സ്വീകരിച്ച് പല ദിശയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന പ്രിയങ്കരനായ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഒരു ദീർഘമായ പ്രസംഗത്തിന് ഞാൻ ഉൾപ്പെടുന്നില്ല. കാരണം 5:30 ആരംഭിക്കുകയും 7:30 തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് പോകേണ്ട ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഇവിടെ ഇരിപ്പുണ്ട്. സമയം വളരെയധികം വിലപ്പെട്ടതാണ്, ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല, അദ്ദേഹത്തിന് തമിഴ് നല്ലതുപോലെ അറിയാവുന്ന ഒരു മന്ത്രിയാണ്. ഞാൻ അദ്ദേഹത്തെ 3 വർഷം ഞാൻ പ്രവാസി ഭാരതീയ ദിനാഘോഷ ചടങ്ങിലേക്ക് മുഖ്യ അതിഥിയായി പങ്കെടുക്കുവാൻ ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചത്. പരസ്പരം നേരിട്ട് കാണാതെയുള്ള ഒരു ക്ഷണം, പരസ്പരം എന്തെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സംശയം, പ്രത്യേകിച്ച് പുതുച്ചേരി ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ സീനിയറായ ഒരു മന്ത്രി, അദ്ദേഹം 2 തവണയും അത് മനഃപൂർവ്വമല്ലാത്ത കാരണത്താൽ നിരാകരിച്ചു. 3-ാം തവണ ഞാൻ പരിചിതനല്ല, ഫോണിലൂടെയുള്ള പരിചിതം. ആ പരിചിതത്തിൽ ബഹുമാനപ്പെട്ട MLA VK പ്രശാന്ത് സാർ പരിചിതനല്ല എങ്കിലും 3-ാമത്തെ തവണ ഞാൻ അദ്ദേഹത്തോട് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം ഒറ്റ വാക്കിൽ മറുപടി തന്നു. വാട്ട് ഈസ് ദ ഡേറ്റ്? ജനുവരി 11 എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം അന്ന് സമ്മതിച്ചു, എനിക്ക് കത്തയച്ചു. പക്ഷെ 11-ാം തീയതി നടത്തുവാൻ ചില സാങ്കേതിക കാരണങ്ങൾ വന്നു ചേർന്നു. ആ പ്രോഗ്രാം ആക്ച്വൽ ഡേ ആയ പ്രവാസി ഭാരതീയ ദിനമായ ജനുവരി 9 മാറ്റണമെന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായി. ഞാൻ അദ്ദേഹത്തെ ഫോണിലൂടെ ബന്ധപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഞാൻ പുതുച്ചേരിയിൽ പോയി. ഞാനിത് പറയാനുള്ള കാരണം, നമ്മുടെ നാട്ടിലും മന്ത്രിമാരൊക്കെ ഒരുപാട് പേരുണ്ട്, പലരുമായിട്ട് എനിക്ക് നല്ല ബന്ധങ്ങളുമുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ആ പുതുച്ചേരിയിലെ ആഭ്യന്തരമന്ത്രിയുടെ വസതിയിൽ ചെന്നപ്പോൾ എനിക്ക് കാണാൻ കഴിയും. എന്ത് എളിമയായ പെരുമാറ്റം! 4 വശവും പട്ടാളവും പോലീസും സെക്യൂരിറ്റിയും എസ്കോർട്ടുമായിട്ട് ആ വീട്ടിൽ ഇരിക്കുമ്പോഴും സാക്ഷാൽ ഈശ്വര വിശ്വാസിയായ മറ്റൊരു ചിന്താഗതി അദ്ദേഹത്തിനില്ല. എല്ലാം സാഷ്ടാംഗ പ്രണാമം ദൈവത്തിൽ എന്നുള്ളത് വിധി. രാവിലെ മുതൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഞാൻ ആ വീട്ടിലിരുന്ന് അന്താളിച്ച് ആലോചിച്ചു പോയി. ഒരു കാപട്യമില്ല, എന്തുമാത്രം ലളിതമായ സംസാരം. ഞാൻ വന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനോടെല്ലാം പറഞ്ഞത്, കേരളാവിൽ ഇരുന്ന് എന്നൊക്കെ ഒരു 50 ആള് വന്നിருக்கு, അവളെ വീട്ടിലെ ഉള്ളിലിരുത്തി ട്രീറ്റ് ചെയ്യണമെന്നാണ്. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു ഇവിടെ, എൻ്റെ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു കൂടെ. ഞങ്ങളവിടെ പോയി വീട്ടിയിരുന്നു, ചായ തന്നും കുടിച്ചു. ഒരു അലക്ഷ്യമില്ലാതെ എൻ്റെ അടുത്ത് ഒരു ചേർലതയിരുന്നു. വാചാലമായ രീതിയിൽ എന്നോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി. അപ്പോഴാണ് അദ്ദേഹം 2 വർഷം വരാൻ കഴിയാത്തതിലുണ്ടായ ഒരു മാനസിക വിഷമം എന്നിലേക്ക് പങ്കുവച്ചത്. 11-ാം തീയതി കണ്ടിപ്പാ വരുമെന്ന് ചൊല്ലി. പക്ഷെ ഞാൻ മനസ്സിലാ ഒരു പ്രശ്നത്തിലാണ്, 9-ാം തീയതിയിലേക്കൊന്നും മാറ്റിത്തരണം. നാളെ
പുതുച്ചേരി ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭയാണ്. നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കുന്ന മന്ത്രിസഭാ യോഗമാണ് രാവിലെ. 9-ാം തീയതി മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് നടക്കുന്ന യോഗം ഒന്നുണ്ട്. അത് രാഷ്ട്രീയക്കാർക്കും മന്ത്രിമാർക്കും എല്ലാവർക്കും അറിയാം. ചില അജണ്ടകളുണ്ട്, അതിൽ പങ്കെടുക്കേണ്ടതുണ്ട്. പക്ഷേ എങ്കിലും ഇന്ന് വെളുപ്പിന് 4:55 അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് ഇറങ്ങി റോഡ് മാർഗം മദിരാശിയിലേക്ക് എത്തുകയും അവിടെ നിന്ന് 7:20 ഫ്ലൈറ്റിൽ ചെന്നൈ ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയും ചെയ്തു. ഞാൻ എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ സ്വീകരിക്കാൻ പോയപ്പോൾ ഒരു വിഷമതയില്ല, സന്തോഷമായിരുന്നു. എന്നെ കണ്ടപ്പോൾ വളരെയധികം താല്പര്യത്തോടുകൂടി എന്നെ ആശ്ലേഷിച്ചു. ഈ ഒരു പരിപാടിക്ക് വേണ്ടിയാണ് പുതുച്ചേരിയിൽ നിന്ന് അദ്ദേഹം ഇവിടെ എത്തിയത്. ഈ പരിപാടി കഴിഞ്ഞാൽ ഇവിടെ നേരെ എയർപോർട്ടിൽ പോകുന്നു അദ്ദേഹം അറിയുന്നു. പ്രിയമുള്ളവരെ, ഇത് പറയുവാൻ കാരണം ഞാൻ നിങ്ങളെല്ലാം പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മെ നിലനിർത്തേണ്ടതും പിടിച്ചു നിർത്തേണ്ടതും സഹായിക്കാനും സഹകരിപ്പിക്കാനും നമുക്ക് വേണ്ട പ്രോത്സാഹനം തരേണ്ടതും ഈ സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളാണ്. അത് രാഷ്ട്രീയക്കാരാവാം, മന്ത്രിമാരാവാം, ഉദ്യോഗസ്ഥരാകാം, പത്രക്കാരാകാം, സമസ്ത മേഖലയിലുള്ളവരുമാകാം. പക്ഷെ എവിടെയെങ്കിലും ഒരു വീഴ്ച വരുമ്പോൾ ഞാനും നിങ്ങളടങ്ങുന്ന ഈ സാമൂഹ്യ പ്രവർത്തക സംഘത്തിന് തളർച്ച അനുഭവപ്പെടും. 23-ാമത്തെ വർഷമാണ് സാറേ ഈ പ്രവാസി ഭാരതീയ ദിനം കൊണ്ട് സംഘടിപ്പിക്കുന്നത്. 2002 ഏപ്രിൽ മാസം 16-ാം തീയതി ഇന്ത്യയുടെ പരമാധികാര സഭയായ ലോക്സഭയിൽ ഇന്ത്യയുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയി പ്രവാസികൾക്ക് ഒരു ഫെസ്റ്റിവൽ ഡേ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സകല രാഷ്ട്രീയ പാർട്ടിയിലെ എംപിമാർ ഹർഷാരവം മുഴക്കി സ്വീകരിച്ചു. അതിന് തക്ക ഒരു ദിവസമാണ് ഇവിടെ നിങ്ങൾ കണ്ട മഹാത്മാഗാന്ധിജിയുടെ ജീവിതവും മഹാത്മാഗാന്ധിജിയുടെ തിരിച്ചുവരവും. യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ബഹുമാന്യനായ പ്രധാനമന്ത്രി ആ ഡേറ്റ് നിശ്ചയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രതിപാദ്യമായ വിഷയം പ്രവാസ ലോകം, ഇന്ത്യയിലെ പ്രവാസികൾ, ഭാരതീയരായ പ്രവാസികൾ വിദേശ നാടുകളിൽ ജീവിച്ച് ഈ നാടിന് വേണ്ടി നൽകിയ സംഭാവനകൾ, സഹായങ്ങൾ, സ്നേഹങ്ങൾ, ത്യാഗങ്ങൾ ഇതെല്ലാം സമുജ്ജലമാക്കി അവരെ പ്രകീർത്തിക്കണമെന്നുള്ള ആശയോടു കൂടിയാണ് ജനുവരി 9 എന്ന മഹാത്മാഗാന്ധിയുടെ തിരിച്ചുവരവ് ദിവസം തന്നെ ആ ദിവസത്തിന് പ്രഖ്യാപിക്കപ്പെട്ടു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സുഹൃത്തുക്കളെ. NRI കൗൺസിൽ ഓഫ് ഇന്ത്യയും പ്രവാസി ഭാരതി ന്യൂസ് ബുള്ളറ്റിനുമാണ് കഴിഞ്ഞ ഇന്നുൾപ്പെടെയുള്ള ഈ 23 വർഷവും പ്രവാസി ഭാരതീയ ദിനാഘോഷം സംഘടിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള സർക്കാരുകൾ, ഏത് സർക്കാരായിരുന്നാലും ശരി തന്നെ, നിർലോഭമായ ഉദാരമായ സമീപനങ്ങൾ എല്ലാ മന്ത്രിമാരും തന്നിട്ടുണ്ട്. ഇന്നലെ രാവിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി എന്നെ ഫോണിലൂടെ വിളിച്ച് എനിക്ക് ആശംസകൾ തന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രത്യേക ദൂതൻ വഴി പ്രശംസ കത്ത് നിർദ്ദേശിച്ചു. കേരള സർക്കാർ എന്ന് പറയുമ്പോൾ പ്രവാസികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മുൻകാലങ്ങളെയെല്ലാം അപേക്ഷിച്ച് എല്ലാ നിലവാരത്തിലുമുള്ള പ്രവാസികളെയും സംരക്ഷിക്കുക എന്നുള്ള ഏറ്റവും അത്യന്താപേക്ഷിതമായ വിഷയമാണ് കേരള സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിയത്. അതിൽ പ്രത്യേകിച്ച് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ എത്ര പ്രശംസിച്ചാൽ ആ ഒരു കാര്യത്തിൽ മതിയാകില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് പ്രവാസികൾ എന്നുള്ള ഒരു മാറ്റമൊന്നുമില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ഇവിടെ പൂർത്തീകരിക്കുകയാണ്. പറയുവാൻ കാര്യങ്ങൾ ഒരുപാടുണ്ട്. എങ്കിലും ഈ സമ്പർസമർത്ഥമായ ഈ വേദിയിലോട്, പ്രത്യേകിച്ച് പുതുച്ചേരി ഗവൺമെന്റിനോട്, പുതുച്ചേരി ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്ററോട് എനിക്ക് പറയാനുള്ളത്, പുതുച്ചേരിയിലും പോണ്ടിച്ചേരി ഉൾപ്രദേശങ്ങളിലെല്ലാം വളരെയധികം പ്രവാസികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മടങ്ങിയെത്തിയവരാണ് വെറ്റേൺസ് ഓഫ് ഗൾഫ് കൺട്രീസ്. അവരെല്ലാം വളരെ പാവങ്ങളാണ്. അവർ ഓരോ ദിവസവും ജീവിതം നയിക്കുന്നത് വളരെ ബുദ്ധിമുട്ടിലാണ്. പ്രത്യേകിച്ച് പുതുച്ചേരിയുടെ റൂറൽ പ്രദേശങ്ങളിൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടി, അവരുടെ വെൽഫെയറിന് വേണ്ടി.
അടിയന്തരമായിട്ട് പുതുച്ചേരി ഗവൺമെൻറ് നോർക്ക സെല്ലോ നോർക്ക ഡിപ്പാർട്ട്മെൻറ്റോ സ്ഥാപിക്കണമെന്ന് ഞാൻ വിനയപുരസ്സരം അപേക്ഷിക്കുന്നു. ബഹുമാനനായ M.K. സ്റ്റാലിൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ അദ്ദേഹത്തിനോട് ഈ ആവശ്യം ഉന്നയിച്ചത്. അദ്ദേഹത്തിന് നമ്മുടെ അവാർഡ് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ സ്റ്റാലിൻ സാർ എന്നോട് പറഞ്ഞത്, നെക്സ്റ്റിൽ ഞാൻ മുഖ്യമന്ത്രിയായി വരുമെങ്കിൽ നോർക്ക വകുപ്പ് തമിഴ്നാട്ടിൽ സ്ഥാപിക്കുമെന്നാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്നു, നോർക്ക വകുപ്പ് സ്ഥാപിച്ചു. ഞാൻ കൊടുത്ത പ്രോജക്റ്റിന്റെ 40% അദ്ദേഹം നടപ്പിലാക്കി. ഞാൻ നിർദ്ദേശിച്ചതനുസരിച്ച് ഒരു പ്രവാസികാര്യ വകുപ്പ് മന്ത്രിയെ അദ്ദേഹം കൊടുത്തു. ആ പ്രവാസികാര്യ വകുപ്പ് മന്ത്രി വിമാനായ KS മസ്താൻ സാറിനെ ഞാൻ ഒരു കൊല്ലത്തിന് മുമ്പ് ഈ വേദിയിലേക്ക് കൊണ്ടുവന്നു. പ്രവാസികൾ ഈ നാടിന്റെ നട്ടെല്ലാണ്. പ്രവാസികൾ ഈ രാജ്യത്തിന്റെ അംബാസിഡർമാരാണ്. പ്രവാസികൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ചോറ് നൽകുന്നവരാണ്, അന്നദാതാക്കളാണ്. ഈ രാജ്യത്തിന്റെ ഈ സംസ്ഥാനത്തിന്റെ വികസനം നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവവേദ്യമാക്കി തരുന്നത് പ്രവാസികളാണ്. രോഗികളായി വന്നവർ, കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ, നിരാലംബരായവർ, സമ്പത്ത് എല്ലാം നഷ്ടപ്പെട്ടവർ ഇന്ന് മടങ്ങിയെത്തി ദുരിതം അനുഭവിക്കുന്നു. കേരള സർക്കാരും ഇന്ത്യ ഗവൺമെന്റും വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രി ചിഞ്ചുറാണി മേഡത്തോട് പറയുന്നു, ക്യാബിനറ്റിൽ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ, നിയമസഭയിൽ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് വേണ്ടി ഒന്ന് വാദിച്ച് സംസാരിക്കണമെന്ന് ഞാൻ വിനയപുരസ്സരം അപേക്ഷിക്കുന്നു. കേരളത്തിൽ A.K. ആന്റണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ആദ്യമായി ഒരു അംഗീകാരം തന്നത്. ഒരു ഡിപ്പാർട്ട്മെന്റ്, പുതിയ ഒരു മന്ത്രി, പുതിയൊരു ടോക്കൺ ബഡ്ജറ്റ്, ഇതെല്ലാം തന്നത് A.K. ആന്റണി ഗവൺമെന്റായിരുന്നു. അന്ന് എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത്, ജ്യേഷ്ഠ സഹോദരനുമായ ശ്രീ M.M. അന്ന് പ്രവാസികാര്യ ഉപമന്ത്രി. ഞങ്ങൾ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഞങ്ങൾ ഒത്തുനിന്നുകൊണ്ട്, ബഹുമാനനായ സതീശ് നമ്പൂതിരിപ്പാട് CEO ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഒത്തുനിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതിനെല്ലാം എനിക്ക് ഒരുപാട് വഴി ഉണ്ടാക്കി തന്ന ഒരു മഹാമനുഷ്യനാണ് ശ്രീ M.M. അതുപോലെ തന്നെയാണ് കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന സമയത്തെല്ലാം കുര്യൻ സാർ തന്നിട്ടുള്ള സ്നേഹത്തിന് ഒരു അതിരില്ല. അദ്ദേഹത്തിന്റെ കേരളത്തിലാണ് ബഹുമാനനായ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് എനിക്ക് സൗഹൃദം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹമാണ് എന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ എലിയേഷനം സ്വീകരിച്ച പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ളതുണ്ട്. അവാർഡ് ജേതാക്കളാണ്. അവരുടെ കഴിവുകളെ എല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ഈ ജഡ്ജിങ് കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളത്. അതിൻ്റെ ചെയർമാൻ, ജഡ്ജിങ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ശ്രീ കുര്യൻ സാർ. അതിനെക്കുറിച്ച് പറയും, സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ 22 വർഷവും നടത്താൻ കഴിഞ്ഞു. 23ാമത്തെ വർഷം നമ്മളിപ്പോൾ സമ്മേളിച്ചുകൊണ്ടിരിക്കുന്നു. സർവേശ്വരനായ ദൈവം ഇനിയും അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ. 74ാമത്തെ വയസ്സിൽ ഇനിയും എനിക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് മാത്രം ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളെല്ലാവരും എൻ്റെ ആയുസ്സിന് വേണ്ടി, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാത്രം വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹാർദവമായ സ്വാഗതം, അഭിനന്ദനങ്ങൾ. നമസ്തേ, ജയ് ഹിന്ദ്. I heartily welcome Chief Guest of the Day, Honorable Minister of Home, Puducherry, Shri A. Namashivayam Sir, for the inauguration. Lightning ceremony. I request Shri M.M. Hassan Kerala, former KPCC President, State UDF Convener, to present the award to A. Namashivayam Sir. Global Achievement, the Man of Vision Award, Shri A. Namashivayam Sir. 23rd Pravasi Bharatiya Dinam Award winner, Twivayam, is a well-known political leader from Bharatiya Janata Party. He is known for his exemplary leadership and organizational abilities. He is the current Home Minister of Puducherry. He is also serving as Minister of Sports and Youth Affairs in Rangaswamy Ministry. He represents Manadipet in Puducherry Legislative Assembly. He is known for his remarkable services for the society.
I request Sri A. Namashivayam sir to present the award to Srimati Chinjurani. E.K. Nayanar Memorial, the Woman of Vision Award, Srimati J. Chinjurani, Honorable Minister for Animal Husbandry, Kerala. 23rd Pravasi Bharatiya Dinam Award winner, Twenner Memorial. The Women of the Vision Award. Chinjurani, the Honorable Minister of Kerala for Animal Husbandry, Dairy Development, Milk Cooperative Zoo, Kerala Veterinary and Animal Sciences University. She comes from a strong political background. She represents Chadayamangalam constituency in 15th Kerala Legislative Assembly since May 2021. She also holds the position of Kerala Mahila Sangam State President. Sri N. Peetambarakuruppa, ex-MP. 23rd Pravasi Bharatiya Dinam Award winner 2020. He was chairman of Guruvayur Devasam Board from 2015 to 2016. He is also known for his oratorical skills and is the author of 2 books. Dr. V.P. Shuhaib Maulavi, Chief Imam, Juma Masjid, Palayam, Trivandrum. Third Pravasi Bharatiya Dinam Award winner 2025. Spiritual Excellence Award. Dr. V.P. Shuhaib is the Chief Imam of Palayam Juma Masjid, Trivandrum. He is also active in cultural and social spheres, along with his spiritual excellence. He holds a degree in Sharada and Usual Al-Din from Qatar University, and a master's from University of Calicut and UGC NET, and a PhD from NG University. His spiritual insights are really inspiring. I welcome Chief Guest of the Day, Honorable Minister of Home, Puducherry, Sri A. Namashivayam sir for the inaugural speech. பிரவாசி பாரதிய திவாஸ் 2020-25 இந்த தினத்தை, இந்த விழாவை தலைமையேற்று நடத்தி கொண்டிருக்கின்ற மரியாதைக்குரிய டாக்டர் எஸ் அகமது அவர்களே, இந்த நிகழ்விலே வரவேற்புரை ஆற்றிருக்கின்ற மரியாதைக்குரிய சசி ஆர் நாயர் அவர்களே, இந்த நிகழ்விலே கலந்து கொண்டிருக்கின்ற கேரள நாட்டினுடைய அனிமல் ஹஸ்பண்டரியுடைய அமைச்சர் மரியாதைக்குரிய சிஞ்சுராணி அவர்களே, முன்னாள் பாராளுமன்ற உறுப்பினர் பீதாம்பர குரூப் அவர்களே, முன்னாள் சேர்மன் டெப்டி சேர்மன் ராஜ்யசபா மரியாதைக்குரிய ப்ரொஃபஸர் PJ குரியன் அவர்களே, மரியாதைக்குரிய MM ஹசன் அவர்களே, மரியாதைக்குரிய பால் அவர்களே, மரியாதைக்குரிய சகோதரி கீதா ஜார்ஜ் அவர்களே, மரியாதைக்குரிய பஷீர் பாபு அவர்களே, மரியாதைக்குரிய நாசர் அவர்களே, இந்த நிகழ்விலே கலந்து கொண்டு இந்த நிகழ்வை பெருமைப்படுத்திக் கொண்டிருக்கின்ற மரியாதைக்குரிய பிரசாந்த் MLA அவர்களே, மரியாதைக்குரிய சுகப் மாலவி அவர்களே, மரியாதைக்குரிய
கோவகுமார் அவர்களே, மரியாதைக்குரிய சகோதரி நேஹா அவர்களே, மரியாதைக்குரிய டாக்டர் மார்த்தாண்ட பிள்ளை அவர்களே, மரியாதைக்குரிய ஸ்ரீ மேவா அவர்களே மற்றும் மேடையிலே வீற்றிருக்கின்ற அன்பிற்குரிய பெரியோர்களே, இந்த நிகழ்விலே கலந்து கொண்டு இந்த நிகழ்வை பெருமை கெடுத்துக் கொண்டிருக்கின்ற அன்பிற்குரிய சகோதர சகோதரிகளே, உங்கள் அனைவருக்கும் என்னுடைய முதற்கண் வணக்கத்தை நான் தெரிவித்துக் கொள்வதிலே பெரும் மகிழ்ச்சி அடைகின்றேன். இன்றைக்கு ஒரு வரலாற்று முக்கியம் வாய்ந்த இந்த நிகழ்விலே உங்களோடு கலந்து கொள்வதிலே பெரும் மகிழ்ச்சி அடைகின்றேன். ஏனென்று சொன்னால், நம்முடைய மகாத்மா காந்தியடி அவர்கள் தென்னாப்பிரிக்காவிலிருந்து இந்திய நாட்டிற்கு வந்த இந்த தினத்தை மாண்புமிகு முன்னாள் பாரத பிரதமர் திரு அடல் பிகாரி வாஜ்பாய் அவர்கள் இந்த தினத்தை பிரவாசி பாரதி தினம் திவாஸ் என்ற ஒரு தினமாக இதை அறிவித்து இன்றைக்கு நாடு முழுவதும் இந்த விழாவானது இன்றைக்கு கொண்டாடப்பட்டு வருகின்றது. அப்படிப்பட்ட ஒரு முக்கியத்துவம் வாய்ந்த இந்த நிகழ்விலே நான் கலந்து கொள்வதிலே பெரும் மகிழ்ச்சி அடைகின்றேன். கேரள நாட்டிற்கும் புதுவை மாநிலத்திற்கும் ஒரு தொடர்பு இருக்கிறது, ஒரு பந்தம் இருக்கின்றது, ஒரு உறவு இருக்கின்றது. ஏனென்று சொன்னால், எங்களுடைய புதுவை மாநிலத்தினுடைய ஒரு பகுதி உங்களுக்கெல்லாம் நன்றாக தெரியும். கண்ணூருக்கு அருகிலே மையழி என்று சொல்லக்கூடிய மாஹே என்ற பகுதி இந்த கேரள நாட்டிலே இருந்து கொண்டிருக்கின்றது. அந்த உறவு எங்களுக்கு இந்த நாட்டோடு உள்ள தொடர்பை உறுதிப்படுத்துகின்ற வகையிலே அத்தகைய நிகழ்வானது அமைந்திருக்கின்றது. அப்படிப்பட்ட ஒரு எண்ணத்தோடு நாம் அனைவரும் இந்தியர் என்ற ஒருமித்த கருத்தோடு நாம் இங்கே ஒன்று கூடியிருக்கின்றோம் என்று பார்க்கின்ற பொழுது, நாம் நிச்சயமாக நாம் அனைவரையும் ஒருங்கிணைத்த மரியாதைக்குரிய சகோதரர் டாக்டர் எஸ் அகமது அவர்களை நாம் பாராட்ட வேண்டும். என்று சொன்னால், கிட்டத்தட்ட 30 ஆண்டுகளுக்கு மேலாக அவர் இந்த பணியை ஆரம்பித்து இந்த வெளிநாடு வாழ் இந்தியர்களுடைய தலைவர்களாக இருந்து இன்றைக்கு பல்வேறு விதமான சேவைகளை இன்றைக்கு செய்து இன்றைக்கு 23வது வருடமாக இந்த நிகழ்வை இங்கே சிறப்பாக கொண்டாடி கொண்டிருக்கின்றார்கள். அவர் என்னை தொடர்பு கொண்டு கேட்ட நேரத்திலெல்லாம் பல நேரங்களிலே எனக்கு பல்வேறு அலுவல் பணிகள் இருந்தாலும் கூட அவற்றையெல்லாம் ஒதுக்கி வைத்துவிட்டு இந்த நிகழ்விலே கலந்து கொள்வதற்கு ஒரு முக்கிய காரணம் மரியாதைக்குரிய சகோதரர் டாக்டர் எஸ் அகமது அவர்கள். ஏனென்றால் அந்த விடாமுயற்சி தொடர்ந்து அவர் எங்களுடைய அலுவலகத்திற்கு தொடர்பு கொண்டு என்னை தொடர்பு கொண்டு நீங்கள் எப்படியாவது அந்த நிகழ்விலே கலந்து கொள்ள வேண்டும் என்று அவர் சொன்ன நேரத்திலே அவருடைய அன்பின் காரணமாக, அவருடைய விடாமுயற்சியின் காரணமாக இன்றைக்கு எந்த நிகழ்வாக இருந்தாலும் அதையெல்லாம் ஒதுக்கி வைத்துவிட்டு அந்த நிகழ்விலே நான் கலந்து கொள்கின்றேன் என்று அவருக்கு உத்தரவாதம் கொடுத்திருந்தேன். அந்த உத்தரவாதத்தை நான் நிறைவேற்றிய அந்த மனை நிறைவு இன்றைக்கு எனக்கு இருக்கின்றது. அத்தகைய நிகழ்விலே உங்களோடு கலந்து கொள்வதே பெருத்த மகிழ்ச்சி, மித்த மகிழ்ச்சி. ஏனென்றால் நீங்கள் எல்லாம் தங்களுடைய குடும்பத்தினுடைய பொருளாதாரத்தை பெருக்கிக் கொள்ள வேண்டும், பொருளாதாரத்தை உயர்த்த வேண்டும், தங்களுடைய மனைவி மக்களை வாழ வைக்க வேண்டும் என்பதற்காக தன்னுடைய குடும்பத்தை விட்டு, சுற்றத்தாரை விட்டு, நண்பர்களை விட்டு இன்றைக்கு அயல் நாடுகளுக்கு சென்று பொருள் ஈட்டுவது மட்டுமல்லாமல் மிகப்பெரிய தியாகத்தை நீங்கள் எல்லாம் செய்திருக்கின்றீர்கள்.
அப்படி இல்லை என்று சொன்னால் இன்றைக்கு உங்களுடைய குடும்பமாகட்டும், இந்த நாடாக இருக்கட்டும், அந்த ஒவ்வொரு கட்டத்திலும் உங்களுடைய பங்கு என்பது மிக முக்கியமானதாக இன்றைக்கு இருக்கின்றது. இன்னைக்கு நம்முடைய பிறந்த நாட்டில் மட்டுமல்ல, இன்றைக்கு எந்த நாட்டிற்கு நீங்கள் செல்கின்றீர்களோ, எந்த நாட்டிற்கு நீங்கள் பணிபுரிய செல்கின்றீர்களோ, அது பணி நிமித்தமாக இருந்தாலும் சரி, அது தொழில் நிமித்தமாக இருந்தாலும் சரி, அது வியாபார நிமித்தமாக இருந்தாலும் சரி, இன்றைக்கு எந்த சூழலிலே நாம் அயல்நாடுகளுக்கு நாம் சென்றிருந்தாலும் கூட அந்த நாட்டினுடைய வளர்ச்சிக்கும் உங்களுடைய பங்கானது இன்றைக்கு முக்கியத்துவம் வாய்ந்ததாக இருக்கின்றது. அதே நேரத்தில் இன்றைக்கு நீங்கள் பிறந்த நம்முடைய சொந்த மண்ணில், நம்முடைய பாரத நாட்டினுடைய வளர்ச்சிக்கும் பொருளாதார வளர்ச்சிக்கும் உங்களுடைய பங்கு என்பது ஒரு அளவிட முடியாத ஒரு பங்கு. அதனால்தான் இன்றைய தினத்திலே பாரத பிரதமர் திரு நரேந்திர மோடி அவர்கள் கூட இன்றைக்கு சொல்லுகின்ற பொழுது, எந்தெந்த நாடுகள் எல்லாம் அவர்கள் பிரயாணம் செய்கின்றார்களோ, எந்தெந்த நாட்டினுடைய தலைவர்களை சந்திக்கின்றார்களோ, அந்த நாட்டினுடைய தலைவர்கள் எல்லாம் நம்முடைய இந்தியருடைய பெருமையை பெருமையாக சொல்லியதை இன்றைக்கு நினைவு கூர்ந்திருக்கின்றார்கள். அப்படிப்பட்ட ஒரு சூழலிலே தான் இன்றைக்கு இந்த தினமானது இந்த ஆண்டு ஜனவரி மாதம் 9ஆம் தேதி ஒவ்வொரு ஆண்டும் இன்றைக்கு கொண்டாடப்பட்டு வருகிறது என்று சொன்னால், உங்களை கௌரவப்படுத்த வேண்டும், உங்களை உன்னதப்படுத்த வேண்டும், உங்களுடைய சேவையை அங்கீகரிக்க வேண்டும், உங்களுடைய தியாகத்தை போற்ற வேண்டும் என்ற நோக்கத்தின் அடிப்படையிலே தான் இந்த விழாவானது இன்றைக்கு உருவாக்கப்பட்டிருக்கின்றது. அதை உணர்ந்துதான் முன்னாள் பாரத பிரதமர் திரு வாஜ்பாய் அவர்கள் இந்த வெளிநாடு வாழ் இந்தியர்களுக்காக ஒரு தினத்தை உருவாக்கி அதை ஒவ்வொரு ஆண்டும் அதை கொண்டாட வேண்டும், போற்றி புகழ வேண்டும் என்பதற்காக இந்த விழா உருவாக்கப்பட்டிருக்கின்றது. அந்த அடிப்படையில் இன்றைக்கு நம்முடைய திருவனந்தபுரத்திலே இந்த விழாவை சிறப்பான முறையில் இந்த கமிட்டியை சார்ந்த அத்தனை பேரும், நம்முடைய மரியாதைக்குரிய டாக்டர் எஸ் அகமது உள்ளிட்ட அத்தனை நண்பர்கள், அவரோடு ஒத்துழைப்பு கொடுத்த அத்தனை நண்பர்களும் மிக சிறப்பான முறையில் இந்த விழாவை ஏற்பாடு செய்திருக்கின்றார்கள். இந்த விழாவை ஏற்பாடு செய்வதோடு மட்டுமல்லாமல் இன்றைக்கு சமுதாயத்திலே, அரசியலிலே இன்றைக்கு சிறந்து விளங்குவர்களை, மக்கள் சேவை ஆற்றுவர்களை நாம் கௌரவப்படுத்த வேண்டும் என்ற அந்த உன்னத நோக்கத்தோடு இன்று என்னையும் சகோதரி அவர்களையும், நம்முடைய முன்னாள் பாராளுமன்ற உறுப்பினர் அவர்களையும், நம்முடைய மௌலவி அவர்களையும் எங்களுடைய சேவைக்கு ஒரு அங்கீகாரத்தை இன்றைக்கு அவர்கள் வழங்கியிருக்கின்றார்கள். எனவே அந்த விழா கமிட்டிக்கு, தலைவருக்கு என்னுடைய மனமார்ந்த நன்றியை நான் தெரிவித்துக் கொள்கிறேன். ஏனென்றால் இதை போன்ற பாராட்டுக்கள் நம்மை இந்த சமுதாயத்தில் மென்மேலும் நாம் ஈடுபடுவதற்கு, தொடர்ந்து செயலாற்றுவதற்கு இத்தகைய ஊக்கங்கள், இத்தகைய பாராட்டுக்கள் இன்றைக்கு தேவையாக ஒன்றாக இருக்கின்றது. ஏனென்றால் நாம் எல்லாம் இன்றைக்கு ஒரு பரபரப்பான உலகத்திலே வாழ்ந்து கொண்டிருக்கின்றோம். அப்படிப்பட்ட நேரத்திலே சமுதாயத்தில் சிறந்து விளங்குகின்றவர்கள் இன்றைக்கு மருத்துவத்துறையிலே, அது மட்டும் இல்லாமல் இன்றைக்கு பல்வேறு துறைகளிலே சிறப்பாக செயலாற்றுவர்களை கண்டறிந்து அவர்களுக்கு விருதுகளை வழங்க வேண்டும், அவர்களை பாராட்ட வேண்டும் என்ற அந்த எண்ணம் இருக்கிறதே, அதை நாம் பாராட்டாமல் இருக்க முடியாது. அத்தகைய ஒரு உயர்ந்த எண்ணத்தோடு இத்தகைய நிகழ்வை நீங்கள் எல்லாம் ஏற்பாடு செய்திருக்கின்றீர்கள். இந்த நிகழ்விலே உங்களோடு கலந்து கொள்வதிலே எனக்கு மிகுந்த மகிழ்ச்சி. இப்படிப்பட்ட ஒரு நிகழ்வை உங்களிலே சந்தித்து உங்களோடு இந்த பேசிய தருணம் என்பது என்னுடைய வாழ்நாளிலே ஒரு மறக்க முடியாத ஒரு சம்பவமாக இன்றைக்கு இருந்து கொண்டிருக்கின்றது. ஏனென்றால் இன்றைக்கு நான் பல நேரங்களிலே திருவனந்தபுரத்திற்கு வந்திருக்கின்றேன், வருகை தந்திருக்கின்றேன். அப்படியெல்லாம் அப்பொழுதெல்லாம் இல்லாத ஒரு மகிழ்ச்சி இந்த நிகழ்விலே உங்களோடு கலந்து கொள்ளுகின்ற பொழுது அந்த மன மகிழ்ச்சியானது இன்றைக்கு அனைத்திலும் காட்டிலும் இன்றைக்கு உயர்ந்து இருக்கின்றது. அதைத்தான் இன்றைக்கு 2025ஆம் ஆண்டிலே இன்றைக்கு நாம் அடியெடுத்து வைத்திருக்கின்றோம். புத்தாண்டிலே நாம் அடியெடுத்து வைத்திருக்கின்றோம்.
இந்த புத்தாண்டிலே அடியெடுத்து வைத்திருக்கின்ற நாம் இந்த ஆண்டு மட்டுமல்லாமல் நாம் வாழ்கின்ற அந்த வாழ்நாள் முழுவதும் நம்முடைய சகோதர சகோதரிகளுக்கு இன்றைக்கு நோயற்ற வாழ்வையும் குறைவற்ற செல்வத்தையும் இறைவன் இன்றைக்கு திருவனந்தபுரத்திலே அமர்ந்து இன்றைக்கு பள்ளி கொண்டு இந்த நாட்டை காத்துக் கொண்டிருக்கின்ற பத்மநாப சுவாமி அவர்கள் உங்களுக்கு எல்லா அருளையும் வழங்க வேண்டும் என்று இந்த நேரத்திலே நான் இறைவனை வேண்டிக் கொள்கின்றேன். நம்முடைய பாரத பிரதமர் அவர்கள் இந்த நாட்டை ஒரு வல்லரசு நாடாக உருவாக்க வேண்டும், 2047 ஆண்டுக்குள் விக்ஷித் பாரத் என்று சொல்லக்கூடிய ஒரு வளர்ச்சியடைந்த நாடாக உருவாக்க வேண்டும் என்ற எண்ணத்தின் அடிப்படையிலே, லட்சியத்தின் அடிப்படையிலே இந்த நாட்டை இன்றைக்கு கட்டமைப்பித்துக் கொண்டிருக்கின்றார்கள். இந்த அரசு கட்டமைப்பித்துக் கொண்டிருக்கின்றது. அதற்கு இந்த நாட்டுடைய குடிமக்களாக நாம் ஒவ்வொருவரும் நம்முடைய நாடு உலக நாடுகளிலே ஒரு வல்லரசு நாடாக உருவாக்குவதற்கு நாம் அனைவரும் சேர்ந்து பாடுபடுவோம் என்று நான் உங்களை கேட்டுக்கொள்கின்ற அதே வேளையில் உங்கள் அத்துணை பேருக்கும், என்னுடைய சகோதர சகோதரிகளுக்கு அத்துணை பேருக்கும் என்னுடைய மனமார்ந்த புத்தாண்டு நல்வாழ்த்துக்களை சொல்லி இந்த வாய்ப்புக்கு நன்றி கூறி விடைபெறுகிறேன். நன்றி, வணக்கம். I welcome V. Ramachandran sir to honor the chief guest of the day, Honorable Minister of Home Puducherry, Sri A. Namashivayam sir, with the shawl. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.